നാം എത്ര ശക്തരാണെങ്കിലും, നാം എത്ര ഉന്നത പോസ്റ്റിൽ പദവിയിൽ ഇരിക്കുന്നവരാണെങ്കിലും, സമ്പന്നനാണെങ്കിലും, രാജ്യം അറിയപ്പെടുന്ന ഉന്നതമായ പദവികളിൽ വിഹരിച്ചിരിക്കുന്നവരാണെങ്കിലും, പല രോഗങ്ങൾക്കും ഇന്നും നാം അടിമകളായി തന്നെ തുടർന്നു പോകുന്നതിൻ്റെ കാരണം വൈദ്യശാസ്ത്രം പൂർണ്ണമായി നമുക്ക് സൗഖ്യം തരുന്നില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു സൈന്യാധിപനെ നമുക്ക് കാണുവാൻ കഴിയും. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പല വൈദ്യന്മാർ ട്രീറ്റ് ചെയ്തിട്ട് സൗഖ്യം ലഭിക്കാത്ത ഒരു മനുഷ്യൻ. പക്ഷെ എലീശായുടെ മുൻപിൽ വരുമ്പോൾ എലീശ പറഞ്ഞ വാക്ക് അല്പം വേദനയോടെയാണെങ്കിലും ആ മനുഷ്യനനുസരിച്ചു. ആ അനുസരണം തന്നെ ദൈവിക സൗഖ്യത്തിലേക്ക് നയിക്കുകയാണ്. താനൊരു സൈന്യാധിപനാണ്, പക്ഷേ എന്നാൽ ഒരു കുഷ്ഠരോഗിയാണ്. ആ രോഗത്തിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ പകരുവാൻ എലീശായുടെ വാക്കുകൾ അനുസരിക്കുകയാണ് താൻ ചെയ്തത്. എലീശായുടെ വാക്കുകളേക്കാൾ എന്ന് പറയുന്നതിനേക്കാൾ ഉചിതം എലീശ സേവിക്കുന്ന ദൈവത്തിൻ്റെ വാക്ക് ആ മനുഷ്യൻ അനുസരിച്ചു. നമ്മുടെ എല്ലാ ദൈവിക വിഷയങ്ങൾക്കും, നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുന്ന രോഗങ്ങൾക്കും പ്രയാസങ്ങൾക്കും പൂർണ്ണമായി സൗഖ്യം തരുവാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിൽ വേദനയോടെ തൻ്റെ ജീവനെ അർപ്പിച്ചത്. യെശയ്യാ പ്രവചനം 53 അധ്യായം 4 വാക്യം ഇങ്ങനെ പറയുന്നു: സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. നാം കരുതിയത് നാം നീതിമാന്മാർ, നാം വളരെ വിശ്വസ്തർ, നാം വളരെ ഭക്തർ. പക്ഷെ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, നാം മുഖാന്തരം യേശു കർത്താവ് തകർക്കപ്പെട്ടു. യേശുവിൻ്റെ മുഖത്തെ രോമം പറിച്ചെടുത്തു. യേശുവിൻ്റെ കാൽ തല മുതൽ പാദം വരെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുന്ന രൂപത്തിൽ റോമൻ പടയാളികൾ ആക്കി തീർത്തു. ഒരു തുള്ളി രക്തം പോലും തൻ്റെ ശരീരത്തിലില്ലാതെ അവസാന തുള്ളി രക്തവും വെള്ളവും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് പുറത്തേക്ക് വന്നു. അത് കുത്തിയവൻ്റെ കണ്ണുകളെ തുറക്കുവാൻ ദൈവം സഹായിച്ചു. നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി മാത്രമല്ല, നാം ഇന്ന് പകൽക്കാലം വിശ്വസിക്കുവാൻ തയ്യാറായാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ സകല രോഗത്തിൽ നിന്നും പൂർണ്ണമായി സൗഖ്യം തന്ന് നമ്മെ വിടുവിപ്പാൻ നമ്മുടെ കർത്താവ് മതിയായ ദൈവമാണ്. മത്തായി സുവിശേഷം 8 അധ്യായം അതിൻ്റെ 17 വാക്യത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അവിടെ കാണുവാൻ കഴിയും, അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. നമ്മുടെ പാപത്തിൻ്റെ പരിണിത ഫലമാണ് ക്രൂശിൽ കർത്താവ് വഹിച്ചത്. നമ്മളെ ശിക്ഷയിൽ നിന്ന്, നാം ചെയ്തു പോയ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുവിച്ച് നമുക്ക് നിത്യജീവൻ നൽകുവാൻ വേണ്ടിയിട്ടാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സൗഖ്യം നൽകുവാൻ വേണ്ടിയിട്ടാണ്. അവരുടെ രോഗം ഈ ലോകത്തിലെ ഏത് വൈദ്യശാസ്ത്രത്തിനും പരാജയപ്പെട്ടാലും, സൗഖ്യം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ സൗഖ്യമാക്കുവാൻ കഴിയാത്തതായി ഒന്നുമില്ല. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം ഭാരപ്പെടുന്ന വിഷയം, എത്ര ശക്തന്മാരായ ഡോക്ടർമാർക്ക് സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ദൈവം നമ്മെ സൗഖ്യമാക്കും എന്ന് പൂർണ്ണമായി വിശ്വാസത്തോടെ ഏറ്റെടുക്കുക. ഇന്ന് കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം 2024 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ കാൽവരിയൊന്ന് നോക്കുക, ഹൃദയത്തിനകത്തേക്ക് നോക്കി, എൻ്റെ രോഗത്തിനു വേണ്ടി ഞാൻ മരിക്കുന്നതിന് മുൻപ്, ഞാൻ ജനിക്കുന്നതിന് മുൻപ് എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട
ആ കുഞ്ഞാടിൻ്റെ രക്തം എൻ്റെ വിടുതലിന് വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ പൂർണ്ണമായി സൗഖ്യം തന്നാദരിപ്പാൻ നാം സേവിക്കുന്ന ദൈവം മതിയായ ദൈവമാണ്. യേശു കർത്താവ് തൻ്റെ ജീവനെ തൃക്കൈയിൽ സമർപ്പിക്കുമ്പോൾ അവിടെ നിന്ന് ശതാധിപൻ്റെ വാക്കുകൾ ലൂക്കോസ് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. സർട്ടൻലി ദിസ് വാസ് എ റൈറ്റസ് മാൻ. നിശ്ചയമായും അവനൊരു നീതിമാനായ മനുഷ്യനാണ്. കുറ്റവാളിയെന്ന് റോമൻ ഗവൺമെൻറ് മുദ്രകുത്തി വിധിച്ച നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെക്കുറിച്ച് അവിടെയുള്ള 100 സൈന്യത്തിന് അധിപനായിരിക്കുന്ന ശതാധിപൻ വിളിച്ചു പറയുന്നു, സർട്ടൻലി ദിസ് വാസ് എ റൈറ്റസ് മാൻ. തീർച്ചയായിട്ടും ഇവനൊരു നീതിമാനാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദുബായിൽ മെഡിക്കൽ എടുക്കുമ്പോൾ അവിടെ മെഡിക്കൽ ഫെയിലായി, ഒരു മഞ്ഞപ്പിത്തത്തിൻ്റെ രോഗം. ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. വർഷങ്ങൾ കഴിഞ്ഞു, 10-15 വർഷങ്ങൾ കഴിഞ്ഞു. അതിനിടയിൽ പലവട്ടം ബ്ലഡ് ചെക്ക് ചെയ്തു. എനിക്കങ്ങനെ ഒരു രോഗത്തിൻ്റെ അവിടെ രോഗമൊന്നും മാറുന്നതായിട്ട് കാണുന്നില്ല. പക്ഷെ ഇന്നും എത്രയോ പേർ ആ സമയത്തൊക്കെ മരണപ്പെട്ടു. അടുത്ത സമയത്ത് ഒരു വീട്ടിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ച ഒരപ്പൻ, ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഒരു പ്രത്യാശയ്ക്ക് വേണ്ടി വച്ച ആശ്വാസ പ്രാർത്ഥനയിൽ കടന്നുപോയി ദൈവവചനം സംസാരിക്കുമ്പോൾ എന്തിനേറെ, വാസ്തവത്തിൽ അന്നുപോലും ഞാൻ ഓർക്കുന്നില്ല, 4 കൊച്ചു കുഞ്ഞുങ്ങളെ കൈവിട്ടു പോകുന്ന ഒരു യൗവനക്കാരൻ അതേ രോഗത്താൽ മരണപ്പെടുമ്പോൾ ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നതിൻ്റെ കാരണം ദൈവത്തിന് എന്നോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. നമ്മുടെ മേലൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ, നമ്മുടെ മേലൊരു പ്രോമിസ്, നമ്മുടെ മേൽ ദൈവത്തിൻ്റെ വിളി ഉണ്ടെങ്കിൽ നമ്മെ തകർത്ത് കളയുവാൻ ഈ ലോകത്തിലെ ഒരു രോഗത്തിനും കഴിയത്തില്ല. പ്രിയരെ, പരിശുദ്ധാത്മാവി വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു.